ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മിർട്ട എന്ന പേരുള്ളൊരു യുവതിയുടെ രഹസ്യ പദ്ധതിയാണ് കാണിക്കുന്നത്. അവൾ ആളുകൾക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞിരുന്ന ഒരു അറവുശാലയിലെ രംഗങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്യാനായി പോവുകയാണ്. ഒരു മൃഗസ്നേഹി എന്ന നിലയിൽ ഓരോ ദിവസവും അവിടെ അറക്കപ്പെടുന്ന പന്നികളുടെ എണ്ണം കണ്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് ഈ മൃഗങ്ങളെ അതിക്രൂരമായി കൊന്നു തള്ളുന്നതെന്ന് മിർട്ടയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ റെക്കോർഡിങ്ങിനിടയിൽ പെട്ടെന്നൊരാൾ അവളെ ശ്രദ്ധിച്ചു. അങ്ങനെ അവിടെ ആകെ ബഹളമായി. ഒടുവിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച മിർട്ട പിടിക്കപ്പെടുകയും ആ അറവുശാലയുടെ ഉടമയായ ജോനാസിന് മുന്നിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. മിർട്ട എന്തിനാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തതെന്ന് അവൻ്റെ മകൻ ജോനാഥന് മനസ്സിലായില്ല. പന്നികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ കത്തി നിൽക്കുമ്പോൾ മിർട്ടയെപ്പോലെ ഒരാൾ എന്തിനാണ് തങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ജോനാസും ചോദിച്ചു. മനുഷ്യരെ പോലെ തന്നെ പന്നികൾക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഈ അറവുശാലയിൽ മൃഗങ്ങളോട് കാണിക്കുന്നത് ക്രൂരതയാണെന്നും മിർട്ട വിശദീകരിച്ചു. എന്നാൽ ജോനാസിൻ്റെ കണ്ണിൽ ഇത് വെറും വിഡ്ഢിത്തമായിരുന്നു. കാരണം മിർട്ട എപ്പോഴും അവിടുത്തെ ഒരു ജീവനക്കാരിയാണ്. തുടർന്ന് ജോനാസ് മിർട്ടയുടെ ഫോൺ പിടിച്ചു വാങ്ങി തകർത്ത് കളയുകയും അവളെ അവിടെ നിന്ന് അപമാനിച്ച് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ മിർട്ടയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരുന്നില്ല. കാരണം ജോനാസ് തകർത്തിരുന്നത് അവൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഡമ്മി ഫോണായിരുന്നു. യഥാർത്ഥ ദൃശ്യങ്ങൾ അവളുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം മൃഗങ്ങൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ശക്തമായി എതിർക്കുന്ന ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ മിർട്ട കാണാനിടയായി. സർക്കാരുകൾ പോലും പറയാൻ മടിക്കുന്ന ഗൗരവമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. തൻ്റെ കയ്യിലുള്ള ക്രൂരതയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിനായി ആ ഗ്രൂപ്പിൻ്റെ തലവനെ പരിചയപ്പെടുത്താൻ അവൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന തൻ്റെ സുഹൃത്തായ യുവാവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾ തൻ്റെ സുഹൃത്തായ ഹംഫ്രയുടെ സഹായത്തോടെ ആക്ടിവിസ്റ്റുകളുടെ താവളത്തിലേക്കെത്തി. അവിടെ വെച്ച് അവൾ ആ ഗ്രൂപ്പിൻ്റെ ലീഡറായ നാസയെ പരിചയപ്പെട്ടു. മിർട്ടയുടെ പക്കലുള്ള വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ നാസ്യ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ആ സംഘത്തിൻ്റെ ഭാഗമായി മിർട്ടയും മാറി. അറവുശാലയിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മിർട്ട കാണിച്ച ധൈര്യത്തിന് നാസ്യ നന്ദി പറഞ്ഞു. അന്ന് രാത്രി ജോനാസിൻ്റെ അറവുശാലയിലുള്ള എല്ലാ പന്നികളെയും മോചിപ്പിക്കാനുള്ള ഒരു വലിയ നീക്കം നടത്താൻ അവർ തീരുമാനിച്ചു. മിർട്ടയുടെ സഹായത്തോടെ CCTV ക്യാമറകളുടെ കണ്ണുവെട്ടിച്ച് വളരെ എളുപ്പത്തിൽ അവർക്കുള്ളിൽ കടക്കാൻ കഴിയുമെന്ന് നാസ്യ വിശ്വസിച്ചിരുന്നു. മിർട്ടയുടെ നിർദ്ദേശപ്രകാരം അവർ അതിസാഹസികമായി അറവുശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പന്നികളെ പാർപ്പിച്ചിരുന്ന കൂടുകൾ ലക്ഷ്യമാക്കി അവർ നീങ്ങി. എന്നാൽ അവിടെ എത്തിയ ആക്ടിവിസ്റ്റുകൾ ഞെട്ടിപ്പോയി. കൂടുകളെല്ലാം ശൂന്യമായിരിക്കുന്നു. ഒരൊറ്റ പന്നി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുൻപ് വരെ ഇവിടെ പന്നികൾ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് മിർട്ട അത്ഭുതപ്പെട്ടു. തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ നാസ്യ ദേഷ്യം കൊണ്ട് വിറച്ചു. ജോനാസ് തങ്ങളുടെ നീക്കം മുൻകൂട്ടി അറിഞ്ഞു കാണുമെന്നും അതുകൊണ്ടാണ് പന്നികളെ മാറ്റിയതെന്നും അവൾ കരുതി. പന്നികളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജോനാസിൻ്റെ വീട്ടിൽ പോയി അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നാസ്യ തീരുമാനിച്ചു. അവർ ജോനാസിൻ്റെ വീടിനടുത്തേക്ക് നീങ്ങുന്നതിനിടയിൽ അവൻ്റെ മക്കളിൽ ഒരാൾ അവരെ കണ്ടുപിടിച്ചു. ജാഗോ എന്ന ആ മനുഷ്യൻ അവരോട് പുറത്തു വരാനായി ആജ്ഞാപിച്ചു. വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് നാസി അവനോട് ചോദിച്ചെങ്കിലും ജാഗോ മറുപടി നൽകാൻ തയ്യാറായില്ല. സൂത്രത്തിൽ അവർ ജാഗോയെ ബന്ദിയാക്കി. അവർ അവനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് മിർട്ട ആകെ പരിഭ്രാന്തിയിലായി. ഇതൊന്നും ആയിരുന്നില്ല അവരുടെ ആദ്യ പ്ലാൻ. എന്നാൽ ജോനാസിൻ്റെ കുടുംബത്തിന് വലിയൊരു ശിക്ഷ നൽകണമെന്ന വാശിയിലായിരുന്നു നാസ്യ. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മിർട്ട ഭയപ്പെട്ടു. എന്നാൽ നാസ്യ പ്രതികാരം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. വീട്ടിൽ ആരെല്ലാം ഉണ്ടെന്ന് പരിശോധിക്കാനായി നാസ്യ ഡോണയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഗാഠനിദ്രയിലായിരുന്ന ജോനാഥനെ ഈ സംഘം ഉപദ്രവിക്കുകയും ബന്ദിയാക്കുകയും ചെയ്തു. കുടുംബത്തിലെ ഏറ്റവും ഇളയവളായ ജെറിയനും അവരുടെ പിടിയിൽ അകപ്പെട്ടു. എന്നാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ലെന്നും പേടിക്കേണ്ടെന്നും ഡോണ അവൾക്ക് ഉറപ്പ് നൽകി. തൻ്റെ അച്ഛൻ ഇറച്ചി മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് ജോനാഥൻ പറഞ്ഞെങ്കിലും പന്നികളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അവൻ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. മൃഗങ്ങളെ ഇത്രയും കാലം പീഡിപ്പിച്ച ഈ കുടുംബത്തോടുള്ള കടുത്ത രോക്ഷം നാസ്യ പ്രകടിപ്പിച്ചു. ഈ ആക്രമണത്തിലൂടെ ജോനാസിൻ്റെ ഈ ക്രൂരമായ ബിസിനസ് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നായിരുന്നു അവളുടെ ലക്ഷ്യം.
തൻ്റെ കമ്മ്യൂണിറ്റിയിൽ പ്രചരിപ്പിക്കുന്നതിനായി നാസ്യ ഈ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പന്നികൾക്ക് ലേബൽ ഒട്ടിക്കുന്നത് പോലെ ജോനാഥനെയും ഒരു മൃഗത്തെ പോലെ അവൾ കൈകാര്യം ചെയ്തു. തൻ്റെ സഹോദരൻ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് കണ്ട് ജെറിയൻ ഭയന്നു വിറച്ചു. ആ കൗമാരക്കാരി ശാരീരികമായി അസുഖബാധിതയാണെന്ന് ഡോണ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. പന്നികളെ ജോനാസ് ഇങ്ങനെയാണ് ഉപദ്രവിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്ത് ജെറിയനെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഡോണ ശ്രമിക്കുകയാണ്. നാസയുടെ പെരുമാറ്റം ക്രൂരമാകുന്നത് കണ്ട് മർട്ടയ്ക്ക് അതൃപ്തി തോന്നിയെങ്കിലും ഗ്രൂപ്പിൽ നിന്നും പുറത്തു പോകരുതെന്നും പറഞ്ഞ് ഇസ് അവളെ വിലക്കി. ജോനാസിൻ്റെ കുടുംബം ഇത് അർഹിക്കുന്നുണ്ടെന്നും ഇതിലും ഭീകരമായ കാര്യങ്ങൾ ചെയ്താണ് മുൻപ് നാസ്യ പല അറിവുശാലകളും പൊട്ടിച്ചിട്ടുള്ളതെന്നും ഹംഫ്രി മർട്ടയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. പന്നികളെ സാധാരണയായി എവിടെ വെച്ചാണ് കൊല്ലുന്നതെന്ന് കാണിച്ചു തരാൻ നാസ്യ ജാഗോയോട് ആവശ്യപ്പെട്ടു. അവൻ വിസമ്മതിച്ചപ്പോൾ മർട്ട തന്നെ അവരെ അങ്ങോട്ടേക്ക് നയിച്ചു. അവിടെ എത്തിയപ്പോൾ പന്നികളെ കൊല്ലുന്ന രീതി വിവരിക്കാൻ ജാഗോയോട് നാസ്യ ആജ്ഞാപിച്ചു. മർട്ട ഇതെല്ലാം റെക്കോർഡ് ചെയ്യണമെന്നും അവൾ പറഞ്ഞു. പന്നികളെ തിളച്ച വെള്ളത്തിലിടുന്നതിന് മുൻപ് ഷോക്കടിപ്പിച്ച് കൊല്ലുന്ന രീതിയെക്കുറിച്ച് ജാഗോ വിവരിച്ചു. കുട്ടിക്കാലത്ത് ഇത് ക്രൂരമായി തോന്നിയിരുന്നെങ്കിലും വളർന്നപ്പോൾ മനുഷ്യന് മൃഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ ആവശ്യമാണെന്ന് താൻ തിരിച്ചറിഞ്ഞതായി ജാഗോ വാദിച്ചു. സംസാരത്തിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ജാഗോയെ നാസ്യ പിടികൂടുകയും അവനെ ഒരു പന്നിയെപ്പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേസമയം തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ജോനാഥൻ ഇസിനോട് സംസാരിക്കുകയായിരുന്നു. അമ്മയുടെ മരണശേഷം തങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതിനാലാണ് ഈ തൊഴിൽ ചെയ്യുന്നതെന്ന് ജോനാഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഈ ആക്രമണം നിർത്തണമെന്നും നിയമപരമായ വഴി സ്വീകരിക്കണമെന്നും അവൻ അപേക്ഷിച്ചു. ഇതിനിടയിൽ ജെറിയൻ്റെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ജാഗോയുടെ തലയിൽ അവർ ക്രൂരമായ രീതിയിൽ ഷോക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാഗോയുടെ അവസ്ഥ കണ്ട് മർട്ടെ തടയാൻ ശ്രമിച്ചെങ്കിലും നാസി അവനെ ക്രൂരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ അവളെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് കയ്യിലെ കെട്ടുകൾ അഴിച്ചു. തൻ്റെ പഴയ സഹപാഠിയായ മർട്ടയാണ് ഈ സംഘത്തിലുള്ളതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പന്നികളെ മാറ്റിയത് അച്ഛൻ്റെ മുൻകൂട്ടിയുള്ള പ്ലാൻ ആയിരുന്നുവെന്ന് ജാഗോ വെളിപ്പെടുത്തിയെങ്കിലും നാസിയുടെ തൊഴിയേറ്റ് അവൻ തിളച്ച വെള്ളത്തിലേക്ക് വീഴുകയാണ്. ജാഗോയുടെ ശരീരം വെന്തുരുകുന്നത് കണ്ട് മർട്ടെ സ്തംഭിച്ചുപോയി. ഈ സമയത്താണ് ജോനാസ് കാറിൽ തിരിച്ചെത്തുന്നത്. തൻ്റെ മക്കളുടെ അവസ്ഥ കണ്ട് ജോനാസ് ക്രോധം കൊണ്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലായി. തൻ്റെ മുറിയിൽ ആക്ടിവിസ്റ്റുകളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോനാസ് ഇസിനെ പിടികൂടി. വീട്ടിൽ അതിക്രമിച്ചു കയറിയ 3 ആക്ടിവിസ്റ്റുകളെയും ജോനാസ് ബന്ധനസ്ഥരാക്കി. പോലീസിനെ വിളിക്കാൻ ജോനാഥൻ പറഞ്ഞെങ്കിലും ജോനാസ് അത് കൂട്ടാക്കിയില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ മർട്ടെ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ജോനാഥൻ അവളെ തടഞ്ഞു. തൻ്റെ സുഹൃത്ത് എന്തിനാണ് ഈ ചതി ചെയ്തതെന്ന് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജാഗോയ്ക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചതല്ലെന്ന് മർട്ടെ വിശദീകരിക്കാനായി ശ്രമിച്ചു. ഇതിനിടയിൽ നാസ്യ ജോനാഥനെ പരിക്കേൽപ്പിക്കുകയും മർട്ടയെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയും ചെയ്തു. മകൻ്റെ മൃതശരീരം കണ്ട് തകർന്നുപോയ ജോനാസ് തൻ്റെ ആയുധങ്ങളുമായി ഓരോരുത്തരെയായി വേട്ടയാടാനായി തുടങ്ങുകയാണ്. ഹംഫ്രി മാപ്പിനായി യാചിച്ചെങ്കിലും ജോനാസ് ദയ കാണിച്ചില്ല. എന്നാൽ ഇസാവട്ടെ ഈ ഒരു സമയത്ത് ജോനാസിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം പരിക്കേറ്റിരുന്ന ജോനാഥൻ മർട്ടയെയും നാസയെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മർട്ടയോടുള്ള പഴയ അടുപ്പം കാരണം അവളെ രക്ഷപ്പെടാൻ അവൻ അനുവദിച്ചെങ്കിലും നാസയെ അവൻ വെടിവെച്ച് വീഴ്ത്തുകയും പിടികൂടി സ്റ്റോറേജിൽ അടയ്ക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ മർട്ടയും അവിടേക്കെത്തി. പിന്നീട് നാസയും മർട്ടയും തമ്മിൽ വഴക്കുണ്ടായി. നാസ്യ ഒരു സൈക്കോപാത്തിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് മർട്ടെ കുറ്റപ്പെടുത്തി. ഇതേസമയം രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ഹംഫ്രിയെ ജോനാസ് ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് ഹംഫ്രിയുടെ മൃതദേഹവുമായി ജോനാസ് കോൾഡ് സ്റ്റോറേജ് റൂമിലേക്ക് എത്തി. തങ്ങളെ ആക്രമിക്കാനായി വന്നിരുന്ന ഹംഫ്രിയുടെ ശരീരം പന്നികൾക്ക് ഭക്ഷണമായി നൽകാൻ ജോനാസ് തീരുമാനിക്കുന്ന ദാരുണമായ കാഴ്ച കണ്ട് മർട്ടയും നാസയും ഭയന്നുറച്ചു നിൽക്കുകയാണ്. ജോനാസ് തൻ്റെ ഉറ്റ സുഹൃത്തിനെ ഒരു മൃഗത്തെ പോലെ കൈകാര്യം ചെയ്യുന്നത് കണ്ട് മർട്ടയാകെ തകർന്നുപോയി. നാസിയോട് അവിടെ തന്നെ ഒളിച്ചിരിക്കാൻ നിർദ്ദേശിച്ച ശേഷം തൻ്റെ ബാക്കി സുഹൃത്തുക്കളെ കണ്ടെത്താനായി അവൾ പുറപ്പെട്ടു. അതേസമയം ജോനാസ് തടങ്കലിലാക്കിയിരുന്നവരുടെ അടുത്തേക്കെത്തിയിരുന്നു. എന്നാൽ അവിടേക്കെത്തിയവൻ ആ ഒരു ദാരുണമായ കാഴ്ച കാണുകയാണ്. തൻ്റെ സഹോദരൻ്റെ മൃതശരീരം. ആകെ പരിഭ്രാന്തനായവൻ അവിടെ ഉണ്ടായിരുന്ന ഡോണയോട് നീ എന്താണ് ഈ ചെയ്തത് എന്ന് അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു.
ജാഗോയുടെ മരണത്തിന് ഉത്തരവാദി ഡോണയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ നിസ്സഹായായ ഡോണയ്ക്ക് താനൊന്നും ചെയ്തിട്ടില്ലെന്ന് വിശദീകരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ജോനാഥനെ അവളുടെ നേരെ തോക്കു ചൂണ്ടാൻ കഴിഞ്ഞെങ്കിലും വെടിയുതിർക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. നീ ഇവിടെ നിന്ന് പോകണം, വേഗം രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞവൻ അവളെ ഒഴിവാക്കാനായി ശ്രമിച്ചു. തൻ്റെ മകൻ്റെ ഈ ബലഹീനതയും അക്രമത്തോടുള്ള വിമുഖതയും കണ്ട് ജോനാസിന് ദേഷ്യം വന്നു. ഹംഫ്രിയോട് താൻ ചെയ്തതുപോലെ ജോനാഥനും അല്പം ക്രൂരത കാണിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. എന്നാൽ ജോനാഥൻ അതിന് തയ്യാറായില്ല. ഡോണയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച ജോനാസ് അവളെ തൻ്റെ പ്രിയപ്പെട്ട ആൺപന്നിയുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ തീരുമാനിച്ചു. തെളിവുകൾ നശിപ്പിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. പ്രത്യേക സ്ഥലത്ത് ഒളിപ്പിച്ചിരുന്ന ആ ഭീമാകാരനായ പന്നിയെ അയാൾ പുറത്തിറക്കി. ആ പന്നി അവളെ ക്രൂരമായി ആക്രമിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ദൈവത്തിൻ്റെ മറുപടി എന്ന പോലെ മിർട്ടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അവൾ ഇസ്സിനെ മോചിതനാക്കി. പിതാവിൻ്റെ ഭ്രാന്തമായ ഉത്തരവുകൾ ഇനി അനുസരിക്കാൻ കഴിയില്ലെന്ന് ജോനാഥൻ ഉറപ്പിച്ചു. തൻ്റെ രൂപം വല്ലാതെ വികൃതമായത് കണ്ട് ഇസ് നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ക്രോധമടങ്ങാത്ത ജോനാസ് അവരെ തേടിയെത്തി. ബാക്കിയുള്ള ആക്ടിവിസ്റ്റുകളെയും ജോനാസ് വീണ്ടും പിടികൂടി. തന്നെപ്പോലെയുള്ളവരെ എതിർത്ത് ഇതിനു മുൻപും പലരും ഇവിടെ വന്നിട്ടുണ്ടെന്നും എന്നാൽ തൻ്റെ മക്കൾക്ക് മാന്യമായ ജീവിതം നൽകാനാണ് താൻ ഈ തൊഴിൽ ചെയ്യുന്നതെന്നും അയാൾ ആക്രോശിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് പകരം തൻ്റെ മകൻ ജാഗോയെ ഇല്ലാതാക്കിയതാണ് അയാളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത്. ഒടുവിൽ ഒരു പന്നിയെ അറക്കുന്നത് പോലെ ഇസിനെ അയാൾ കൊന്നുതള്ളി. ഇനി അടുത്ത ഇര മിർട്ടയാണെന്ന് ഉറപ്പിച്ച നിമിഷം ജോനാഥൻ ഓടിയെത്തി ജോനാസിൻ്റെ തലയ്ക്ക് ശക്തമായി അടിച്ചു. ദേഷ്യത്തോടെ ജോനാഥനെ ഉപദ്രവിക്കുകയാണ്. ആ തക്കത്തിന് മിർട്ടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കയ്യിൽ എല്ലുകൾ തകർക്കുന്ന മാരകമായ ആയുധവുമായി ജോനാസ് അവൾക്ക് പിന്നാലെ പാഞ്ഞു. അറവുശാലയ്ക്കുള്ളിൽ അവൾ ഒളിച്ചിരിക്കുകയാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവളെ കാണാനില്ല. ഒളിച്ചിരുന്നിരുന്ന അവൾ ജോനാസിന് നേരെ ചാടി വീഴുകയും അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ സുഹൃത്തുക്കളെ കൊന്നതിന് പ്രതികാരം വീട്ടിയ ആശ്വാസത്തിലായിരുന്നു മിർട്ടെ. അവൾ നാസയെ അവിടെ നിന്നും രക്ഷിച്ചു. എന്നാൽ ആ സമയത്തും നാസയുടെ മനസ്സിൽ മിർട്ടയും ജോനാഥനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു. മിർട്ട പിന്നീട് പരിക്കേറ്റ് കിടന്നിരുന്ന ജോനാഥൻ്റെ പക്കലേക്ക് ചെന്നു. തൻ്റെ സുഹൃത്തുക്കളെ കൊന്ന കുടുംബത്തിലെ അംഗമായ ജോനാഥനെ മിർട്ട സ്നേഹിക്കുന്നത് നാസയ്ക്ക് സഹിക്കാനായില്ല. അവൾ പുറകിൽ നിന്നും കുത്തി ജോനാഥനെ കൊലപ്പെടുത്തി. അതോടെ മിർട്ടയും നാസയും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറുകയാണ്. അധികം വൈകാതെ നാസയുടെ അന്ത്യവും സംഭവിച്ചു. ജോനാസിൻ്റെ ബിസിനസ് തകർക്കാനുള്ള മിർട്ടയുടെ പോരാട്ടം വലിയ നാശനഷ്ടങ്ങളോടെ അവസാനിക്കുകയാണ്. പക്ഷേ തൻ്റെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും വിധിയറിയാതെ ജെറിയൻ എന്ന ആ കൗമാരക്കാരി അവിടെ ബാക്കിയുണ്ടായിരുന്നു. തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ജോനാഥൻ്റെ ഓർമ്മകളിൽ മിർട്ട തേങ്ങുമ്പോഴാണ് ജെറിയൻ അവിടെ എത്തുന്നത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നത് കണ്ട നിഷ്കളങ്കയായ ആ കുട്ടി ഒരു നിമിഷ നേരം കൊണ്ട് ഒരു സൈക്കോപാത്തായി മാറി. മിർട്ടയുടെ വരവാണ് തൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനാൽ തന്നെ ജെറിയൻ അവളെ വെടിവെച്ച് വീഴ്ത്തുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സത്യത്തിൽ മൃഗങ്ങളോടുള്ള അമിതമായ സ്നേഹം ഒരു ഭ്രാന്തായി മാറിയതിൻ്റെ ഇരയാണ് മിർട്ട. നിയമം ലംഘിക്കാത്ത പക്ഷം സ്വന്തം മക്കൾക്ക് വേണ്ടി തൊഴിൽ ചെയ്യാൻ ജോനാസിന് അവകാശമുണ്ടായിരുന്നു. മൃഗങ്ങളെ ഷോക്കടിപ്പിച്ച് കൊല്ലുന്നത് സാധാരണയായി കർഷകർ ചെയ്യാറുള്ളതാണ്. ആക്ടിവിസ്റ്റുകളുമായുള്ള മിർട്ടയുടെ കൂട്ടുകെട്ട് അവൾക്ക് തന്നെ വിനയായി മാറുകയായിരുന്നു. ഒരു പാവം കൗമാരക്കാരിയെ ഒരു കൊലയാളിയാക്കി മാറ്റാൻ ഈ സംഭവങ്ങൾ കാരണമായി. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.